കൊട്ടിക്കലാശം ഇന്ന്. നിലമ്പൂർ ആർക്കൊപ്പം? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. പ്രചാരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തും. സംഗീത പരിപാടികളോ മറ്റ് വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തുന്നതിനും വിലക്കുണ്ട്. സമയം അവസാനിച്ചു കഴിഞ്ഞ ഉടൻ പ്രചരണത്തിനായി പുറത്തുനിന്നെത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം വിട്ടുപോകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും PV അൻവറും വാശിയേറിയ മത്സരം കാഴ്ചവെക്കുന്ന നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അൻവറിനെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനിറങ്ങിയ UDFന് വലിയ വിജയപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അൻവർ നിലപാട് മാറ്റുകയും സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങുകയും ചെയ്തു. ഇതോടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം നിർത്തി വോട്ട് പിടിക്കാൻ നടത്തിയ ശ്രമം UDFന് തിരിച്ചടിയായി. വർഗീയത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായി നിലമ്പൂർ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഫലത്തിൽ UDFന് പ്രതികൂലമായി മാറുന്ന സാഹചര്യമാണുള്ളത്. അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും UDFനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്ഥാനാർത്ഥിത്വം മുതൽ ജമാഅത്ത് വിഷയം വരെ ഏകാധിപത്യ രീതിയിൽ കൈകാര്യം ചെയ്ത VD സതീശന്റെ നിലപാടിനോടും UDFൽ എതിർപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ അത് സതീശന്റെ വിജയമായി മാറുമെന്നതിനാൽ അതുണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും UDFൽ സജീവമാണ്. മറുപക്ഷത്ത് M സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ LDF ശ്രമിച്ചത്. എന്നാൽ സ്വരാജിന്റെ കർക്കശ സ്വഭാവം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു. ഇടതുപക്ഷ അണികളിൽ പോലും സ്വരാജിനോട് അവമതിപ്പുണ്ടെന്ന പ്രചരണവും ശക്തമാണ്. സർക്കാരിനെതിരായ വോട്ടുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിൽ നിർണായകമാകും. BJP വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ മണ്ഡലത്തിൽ ഉറപ്പായും വലിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ BJPക്ക് അടിത്തറയുള്ള മണ്ണല്ല നിലമ്പൂരിലേത് എന്നതും പ്രചരണത്തിൽ പിന്നോക്കമാണെന്നതും വിജയപ്രതീക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്.